കൊല്ലം പാരിപ്പള്ളി IOC പ്ലാന്റിലെ പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കം തുടങ്ങി. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ട്രക്കുകൾ എത്തിച്ച് സിലിണ്ടർ എത്തിക്കാനാണ് തീരുമാനം. അതേസമയം കരാർ പുതുക്കാത്ത ട്രക്കുടമകളുമായി IOC മാനേജ്മെന്റ് ചർച്ച നടത്തും. പാരിപ്പള്ളി IOC പ്ലാന്റിൽ ട്രക്ക് ഉടമകളുമായുള്ള കരാർ പുതുക്കാത്തതിനെ തുടർന്നാണ് തെക്കൻ ജില്ലകളിൽ പാചകവാതക വിതരണം പ്രതിസന്ധിയിലായത്. കുറഞ്ഞ തുകയ്ക്ക് കരാറിന് തയ്യാറായ 34 ട്രക്കുകളാണ് ഇപ്പോൾ LPG വിതരണത്തിന് ആകെയുള്ളത്. പ്രതിസന്ധി നേരിടാൻ തമിഴ്നാട്ടിൽ നിന്ന് ട്രക്കുകൾ എത്തിച്ച് സിലിണ്ടറുകൾ ഏജൻസിയിലെത്തിക്കാനാണ് നീക്കം. ഏജൻസികളിൽ കൂടുതൽ ലോഡെത്തുന്നതോടെ പാചകവാതക ക്ഷാമം താൽക്കാലികമായി പരിഹരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിന്റെ ആദ്യപടിയായി 17,000 സിലിണ്ടറുകൾ വിതരണം ചെയ്തതായി IOC മാനേജ്മെന്റ് അറിയിച്ചു. കരാർ തുക കൂട്ടി നൽകിയാൽ മാത്രമേ ട്രക്കുകൾ സർവീസിന് ഇറക്കൂ എന്ന തീരുമാനത്തിലാണ് ട്രക്ക് ഉടമകൾ. അതേസമയം കരാർ പുതുക്കൽ വൈകിയതോടെ നിരവധി ട്രക്ക് ഡ്രൈവർമാർ തൊഴിലില്ലാതെയായി. ഈ 26 ദിവസത്തിന് മുമ്പേ ആ സ്റ്റാർട്ടിങ് തുടങ്ങിയിരുന്നെങ്കിൽ പുതിയ ആ മൈനസിലുള്ളവരെ വണ്ടി ഇടാൻ പറഞ്ഞിരുന്നെങ്കിൽ അവരിപ്പം ട്രക്ക് പുതിയ ഒരു 10-15 ട്രക്ക് ഇവിടെ കയറിയാണ്. ഇത്രയും ബാക്ക്ലോഗ് ഉണ്ടാവത്തില്ല. പഴയ രീതിയിൽ ഇപ്പോൾ 85-90 ലോഡ് ഇവിടെ ഏകദേശം ഇറങ്ങിപ്പോയനെ. അതിനിടെ കുറഞ്ഞ തുകയ്ക്ക് കരാർ ഏറ്റെടുക്കാൻ മടിച്ച ട്രക്ക് ഉടമകളുമായി IOC മാനേജ്മെന്റ് ചർച്ച നടത്തും. റിപ്പോർട്ടർ, കൊല്ലം.